വെൽക്കം ബാക്ക്. എലത്തൂരിലെ തോൽവിയിൽ വീഴ്ച പറ്റിയെന്ന് സംബന്ധിച്ച് മുൻമന്ത്രി എ കെ ശശീന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയായി നിർണയിച്ചതിൽ പാളിച്ച പറ്റി. NCP കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവിലെ വിമർശനം ഉൾക്കൊള്ളുന്നെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ദിലിഷ തിലകൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ദിലിഷ, ഗുഡ് ആഫ്റ്റർനൂൺ. ഒടുവിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് എ കെ ശശീന്ദ്രൻ. അദ്ദേഹം തന്നെ ഏറെ അതിനുവേണ്ടി ആഗ്രഹിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു എന്ന വാർത്തകളൊക്കെ അന്ന് വന്നിരുന്നല്ലോ. ഇപ്പോൾ അത് തന്റെ സ്ഥാനാർത്ഥി നിർണയം തന്നെ തെറ്റിപ്പോയി എന്നാണ് എ കെ ശശീന്ദ്രൻ ഇപ്പോൾ പറയുന്നത്. ക്രിസ്റ്റീന, അനൂപ്, ഗുഡ് ആഫ്റ്റർനൂൺ. പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഈ NCPയിലെ ഈ പ്രധാനമായിട്ടും എലത്തൂരിലെ എ കെ ശശീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം അത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായതാണ്. സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ അത് വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം തന്നെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് എ കെ ശശീന്ദ്രൻ ദേശീയ നേതൃത്വത്തിൻ്റെ പിന്തുണയോടെ സ്ഥാനാർത്ഥിയായത്. NCP ജില്ലാ കമ്മിറ്റിയുടെ എല്ലാം തന്നെ അതൃപ്തി അതിലുണ്ടായിരുന്നു. അതിനെല്ലാം മറികടന്നുകൊണ്ട് അദ്ദേഹം സ്ഥാനാർത്ഥിയാവുകയുണ്ടായി. എന്നാൽ ജില്ലയിലെ LDFിൻ്റെ ഏറ്റവും സുരക്ഷിതമായ സീറ്റിൽ വലിയ പരാജയം, വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് മാത്രമല്ല, NCPക്ക് ജില്ലയിൽ ഒരു MLA ഇല്ലാതാവുക കൂടി ചെയ്തു. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഇന്നാണ് NCP ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത്. എ കെ ശശീന്ദ്രൻ, മുക്ക മുഹമ്മദ് അടക്കമുള്ള നേതാക്കളുണ്ടായിരുന്നു. പ്രധാനമായിട്ടും എലത്തൂരിലെ തോൽവി തന്നെയായിരുന്നു ചർച്ചാ വിഷയം. അതിൽ പരിചയ സമ്പന്നതയ്ക്ക് പ്രാധാന്യം നൽകി. അതായത് അർഹതയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു, പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന ജില്ലാ കമ്മിറ്റി അടക്കം പറഞ്ഞതാണ്. എന്നാൽ പരിചയ സമ്പന്നതയ്ക്കാണ് പ്രാധാന്യം എന്ന് പറഞ്ഞായിരുന്നു ശശീന്ദ്രന് സ്ഥാനാർത്ഥിത്വം നൽകിയത്. എന്നാൽ അത് വലിയ തിരിച്ചടി ആയിരിക്കുന്നു എന്നുള്ളതാണ്. ശശീന്ദ്രനൊടുവിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. തനിക്ക് പാളിച്ച പറ്റി, സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റി, ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ. തന്നെത്താൻ ഒരുപാട് ചോദിച്ചു വാങ്ങിച്ച സീറ്റ് കൂടെയാണ്. എനിക്കത് വേണമെന്ന് പറഞ്ഞു. തോറ്റതോടുകൂടി പാളി എന്ന് മനസ്സിലായി. ആ പാളിച്ച അങ്ങനെ തന്നെ എ കെ ശശീന്ദ്രൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ദിലിഷ തിലകനാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.